കഴിഞ്ഞ ദിവസം കാസർഗോട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ബാസിത്ത് എന്നാണ്. എനിക്ക് പലപ്പോഴൊക്കെ മെസ്സേജ് അയക്കുന്ന, അപൂർവത്തിൽ അത്യപൂർവമായിട്ട് ഫോൺ വിളിച്ച് ആശയവിനിമയം നടത്തുന്ന ഒരു സുഹൃത്താണ്. അങ്ങനെ പല ആളുകളുമുണ്ട്. ഈ ബാസിത്ത് എനിക്ക് അയച്ച മെസ്സേജ് ഇപ്രകാരമാണ്. ഈ സ്ത്രീ ശാക്തീകരണം വളരെ നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളിൽ സീറ്റ് റിസർവ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ കുറച്ച് സ്ത്രീകളും പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അവരിൽ തരക്കേടില്ലാതെ പ്രവർത്തിച്ച ആളുകളുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരിക്കൽ പഞ്ചായത്ത് മെമ്പറായ സ്ത്രീകൾ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറായ സ്ത്രീകൾ അവർ പിന്നീട് ഒരിക്കലും മാറിക്കൊടുക്കുന്നില്ല. പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കാനായിട്ട് സ്ത്രീകൾ പൊതുവെ വിമുഖത കാണിക്കുന്നു എന്നാണ് ബാസിദിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്നുള്ളതിലേക്കല്ല, പുള്ളി ഒരു സങ്കടം. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന രീതിയിൽ എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അത് ബാസിദ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് കാണുന്ന ആരും ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് മെമ്പറാകട്ടെ, മുനിസിപ്പൽ കൗൺസിലറാകട്ടെ, MLA ആകട്ടെ, MP ആകട്ടെ, ഒരു പ്രാവശ്യമായ ആരെങ്കിലും വേറൊരാൾക്ക് വേണ്ടി മാറിക്കൊടുത്ത ചരിത്രമുണ്ടായിട്ടുണ്ടോ? മാറിക്കൊടുക്കാൻ തയ്യാറാണോ? ഒരിക്കലും മാറുകയില്ല. ഒരിക്കൽ ഒരു മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചവൻ അടുത്ത തവണ അവിടെ തന്നെ മത്സരിക്കും, അതിൻ്റെ അടുത്ത തവണയും മത്സരിക്കും. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഷ പറഞ്ഞാൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവർ അവിടെ തന്നെ മത്സരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മത്സരിക്കാൻ കിട്ടിയാൽ മാറുള്ളൂ. ഈ സാമാന്യ നിയമത്തിന് ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഭരണപരിഷ്കാരത്തിൻ്റെ ഫലമായി രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഒരു അപവാദമല്ല, അതിൽ സ്ത്രീകളും അതേ നിലപാടുകാരാണ് പലപ്പോഴും. പിന്നെ സ്ത്രീകൾക്ക് വേറൊരു സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ വനിതാ വാർഡ് ജനറൽ വാർഡായി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് തൊട്ടടുത്തുള്ള വനിതാ വാർഡിൽ പോയി മത്സരിക്കാം, അതല്ലെങ്കിൽ ജനറൽ വാർഡിൽ തന്നെ മത്സരിക്കാം. അതിന് പ്രത്യേകിച്ച് നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. പുരുഷന്മാർക്ക് അത് പറ്റിയില്ല. ജനറൽ വാർഡ് വനിതാ വാർഡായി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സാരി കൊടുത്ത് വന്ന് അതേ വാർഡിൽ മത്സരിക്കാൻ പറ്റിയില്ല. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവർക്ക് പ്രത്യേകിച്ച് കുറച്ച് പൊതു സ്വീകാര്യതയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ജനറൽ വാർഡിൽ മത്സരിച്ചാലും ജയിക്കാം. എൻ്റെ വീട്ടിലിരിക്കുന്ന വാർഡ് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. അത് എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് പഞ്ചായത്താണ്. ചെങ്ങമനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലായിരുന്നു. ഇപ്പോൾ അത് 16-ാം വാർഡിലായിട്ട് മാറിയിട്ടുണ്ട്. 15-ാം വാർഡ് വളരെ കാലമായിട്ട് CPMകാർ മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ ഒരു CPM മെമ്പറുടെ കുരുത്തക്കേട് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആളുകൾ മുഴുവനും CPMനല്ല ആ മെമ്പർക്കെതിരായി. അപ്പോൾ അവിടെ BJPക്കാർ കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അപ്പോൾ ഇവരോട് പൊതുവേ ജനങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ടും ആ കുടുംബത്തോടുള്ള താല്പര്യം കൊണ്ടും ആളുകൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചു. അവർ 5 കൊല്ലം വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ മെമ്പറായിട്ടിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജനറൽ സീറ്റായി. അപ്പോൾ ഇവർ തന്നെ വീണ്ടും മത്സരിച്ചു. കാരണം BJPക്ക് ഇവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ തന്നെ വീണ്ടും മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. വീണ്ടും മത്സരിച്ചു. ഇവരെ തോൽപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് CPMകാർ ഈ സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് തൊട്ട് അപ്പുറത്തെ വാർഡിൽ നിന്ന് മുൻ പ്രസിഡൻറ്റിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. മുൻ പ്രസിഡൻറ്റ് നല്ല ഒരു യോഗ്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. മാർക്സിസ്റ്റുകാരനാണെങ്കിലും വേറെ യാതൊരു കുഴപ്പമുള്ള ആളല്ല. ഇവർ തമ്മിൽ വലിയ മത്സരം നടന്നു. അവസാനം എന്ത് പറ്റുമോ വെച്ചാൽ മുൻ പ്രസിഡൻറ്റിന് ഇവർക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ട് പോലും കിട്ടിയില്ല. അഥവാ പ്രസിഡൻറ്റിന് കിട്ടിയേക്കാൾ ഇരട്ടി വോട്ടിൽ കൂടുതൽ നമ്മുടെ വനിതാ സ്ഥാനാർത്ഥി കിട്ടി. അവർ വീട്ടിൽ ജയിച്ചു. അങ്ങനെ അവരിപ്പോൾ 10 കൊല്ലം പൂർത്തീകരിച്ചു. ഇത്തവണ 16-ാം വാർഡാണ്. പക്ഷേ അതേ സ്ഥാനാർത്ഥിനെ വീണ്ടും മത്സരിക്കും. അപ്പോൾ ഇത്തവണയും ജയിച്ചാൽ 15 കൊല്ലം. അപ്പോൾ ഒരു വനിതാ മെമ്പർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് നല്ല ഉദാഹരണമാണ്. ചെങ്ങമനാട് പഞ്ചായത്തിൽ തന്നെ തലക്കൊള്ളി എന്ന് പറഞ്ഞ ഒരു ഡിവിഷനുണ്ട്. തലക്കൊള്ളിയുടെ പ്രത്യേകത കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഒരേ വനിത തന്നെ അവിടെ മെമ്പറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ 2 തവണ വനിതാ വാർഡിൽ നിന്നും 2 തവണ അതേ വാർഡ് ജനറൽ വാർഡായപ്പോൾ അവിടെ നിന്ന് ജയിച്ചു. ഇതാ വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ കൂടി ജയിച്ചാൽ 25 കൊല്ലം പൂർത്തീകരിക്കും. പിന്നെ ആളുകൾ അവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയും, ഈ വനിതകൾ സീറ്റ് കിട്ടാതെ വന്നാൽ റിബലാവും. പണ്ടങ്ങനെ ചേർന്നില്ല. ഇപ്പോൾ വനിതാ മെമ്പർമാർ അവർക്ക് വീണ്ടും മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ റിബലായിട്ടോ അല്ലെങ്കിൽ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടോ മത്സരിക്കും. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയറായിരുന്ന ഒരു മഹതിയുണ്ട്. അവർ ഇതുപോലെ വീട്ടിൽ ചട്ടിയും കലവും കഴുകി കൂട്ടിരുന്ന സ്ത്രീയാണ്. മുമ്പ് യാതൊരു രാഷ്ട്രീയ പരിചയം ഉണ്ടായിരുന്നില്ല. അവരെ ഒരു പാർട്ടിക്കാർ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചിഹ്നമൊക്കെ കൊടുത്ത് മത്സരിപ്പിച്ചു. 5 കൊല്ലം കൗൺസിലറല്ല, ഡെപ്യൂട്ടി മേയറായി. ഡെപ്യൂട്ടി മേയറുടെ സകല സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഇത്തവണ വന്നപ്പോൾ സീറ്റില്ല. അവരുടനെ തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഈ പാർട്ടി വനിതകളെ തഴയുകയാണ്.
പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത വേറൊരു സ്ത്രീക്കാണ് ഈ സീറ്റ് കൊടുത്ത് എന്ന് പറയുന്നു. ഇവരെ മത്സരിപ്പിക്കുമ്പോൾ ഇവർക്കും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടുത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന വേറൊരു മഹതി, അവർ 15 കൊല്ലം കൗൺസിലറായിരുന്നു. 3 തവണയിൽ കൂടുതൽ ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ ഇവർക്ക് സീറ്റ് കിട്ടിയില്ല. അവർ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി ഈ പാഞ്ചാലിയെ പോലെ മുടി അഴിച്ചിട്ട് മങ്കമ്മയും ശപഥം ആയിട്ട് നിൽക്കുകയാണ്. ഇത് പലയിടത്തും സംഭവിക്കുന്നുണ്ട്. ഈ കൊച്ചി കോർപ്പറേഷനിലെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇത് പറച്ചിൽ നിർത്താൻ പറ്റില്ല, അത്രയധികം വലിയ തമാശകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞങ്ങളുടെ വക്കീലാഫീസ് സ്ഥിതി ചെയ്തിരുന്ന കലൂർ നോർത്ത് എന്നൊരു ഡിവിഷനിൽ അത് CPMകാർ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസ്സുകാർ ഒരു സ്ത്രീയെ കൊടുത്ത് മത്സരിപ്പിച്ചു. അവർ സാമാന്യമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള സ്ത്രീയാണ്, കാണാനും സുന്ദരിയാണ്. അപ്പോൾ ഈ സുന്ദരിയായ സ്ത്രീ മത്സരിച്ചുകൊണ്ട് എന്തോ അത്തവണ CPMൻ്റെ മകളാ സ്ഥാനത്തിൽ തോറ്റുപോയി. കോൺഗ്രസ്സുകാർ ആദ്യമായിട്ട് ജയിച്ചു. അടുത്ത തവണ ഇവർക്ക് തൊട്ടപ്പുറത്തെ ഡിവിഷൻ കൊടുത്തു. അവിടെ പോയി അവർ വീട്ടിൽ ജയിച്ചു. പിന്നത്തെ തവണയായപ്പോഴത്തേക്ക് ഇവരെക്കുറിച്ച് വലിയ പരാതികളായി. അപ്പോൾ കോൺഗ്രസ്സുകാർ സീറ്റ് നിഷേധിച്ചു. ഇവരെന്ന് വെച്ചാൽ വീണ്ടും കലൂർ നോർത്തിൽ വന്ന് മത്സരിച്ചു, റിബലായി മത്സരിച്ചു. അവർ റിബലായി മത്സരിച്ചുകൊണ്ട് എന്ത് പറ്റി? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റുപോയെന്നും പറഞ്ഞത് ശരിയല്ല, തുല്യ വോട്ട് കിട്ടി. നറുക്കെടുപ്പിൽ CPM സ്ഥാനാർത്ഥി ജയിച്ചു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഡിവിഷൻ നഷ്ടപ്പെട്ടു. അവർ ഇത്തവണ എന്ത് ചെയ്തറിയുമ്പോൾ നമ്മൾ റിബലായി മത്സരിച്ച മഹതി ഇത്തവണ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അതേ ഡിവിഷനിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ പോകുന്ന ഒരു പരിപാടി ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ തമാശ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലാണ്. അങ്കമാലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുടെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള ഒരു സ്ഥലമാണ്. അങ്കമാലിയിൽ, ഇത് ജാതി പറയാമെന്ന് വിചാരിക്കരുത്, അങ്കമാലിയിൽ UDFൻ്റെ ഒരു സിറ്റിംഗ് കൗൺസിലറും LDFൻ്റെ ഒരു മുൻ കൗൺസിലറും ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റൂരയ്ക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉള്ള സ്ഥലം എന്ന് പറഞ്ഞത്. ഈ 2 പേരും നല്ല ഒന്നാന്തരം സുറിയാനി ക്രിസ്ത്യാനികളാണ്. നമ്മുടെ തോമസ് ലീഹ വന്ന കാലത്ത് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് മോരും വെള്ളം കുടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യം. ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഡിവിഷനിൽ പോയി മത്സരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ പോയി മത്സരിക്കാനോ മടിയില്ലാത്ത ഒരുപാട് വനിതാ പോരാളികൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. പലപ്പോഴും കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾക്ക് പാർട്ടികൾ സീറ്റ് കൊടുക്കാറില്ല. രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളോട് മിക്കവാറും പാർട്ടികൾക്കും ഒരു വിപ്രതിപത്തിയുണ്ട്. അതിൽ മുന്നിട്ട് നിൽക്കുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ വനിതാ മേയറാണ്. കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും സീനിയർ കോൺഗ്രസ് നേതാവ്, വനിതാ നേതാവ് ലാലി വിൻസെൻ്റാണ്. അവരൊരു അഭിഭാഷകയാണ്. നേരത്തെ 2 തവണ കൗൺസിലറായിരുന്നുള്ള ആളാണ്. കോൺഗ്രസിൻ്റെ KPCCയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റായിരുന്നു. താൻപോരിമയുള്ള സ്ത്രീയാണ്, ഇംഗ്ലീഷ് പറയുന്ന ആളാണ്. പക്ഷേ അവർക്ക് കോർപ്പറേഷനിലേക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. കാരണം സീറ്റ് കൊടുത്താൽ മേയറാക്കേണ്ടവരും. നേരെ വെച്ച് ഇവരുടെ വല്ല ആടുതലികളെയാണ് വെക്കണമെങ്കിൽ ചാടിക്കളിയുടെ കുഞ്ഞിരാമെന്ന് പറഞ്ഞ് ഈ മേയറെ കൊണ്ട് പല കോപ്രായങ്ങളും ചെയ്യിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സീറ്റ് കൊടുക്കാത്തത്. അതുതന്നെയാണ് മുൻ മേയർ സൗമിനി ജെയിൻ്റെ സ്ഥിതി. സൗമിനി ജെയിൻ 5 കൊല്ലം കൊച്ചിയിൽ മേയറായിരുന്ന ആളാണ്. അതിന് മുമ്പ് 5 കൊല്ലം കൗൺസിലറായിരുന്ന ആളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. അവർക്കും സീറ്റ് കൊടുത്തിട്ടില്ല. കാരണം ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനും UDFനും ഭൂരിപക്ഷം കിട്ടിയാൽ സൗമിനിയെ തന്നെ വീണ്ടും മേയറാക്കേണ്ടി വരും. അങ്ങനെ ഒരു അത്യാഹിതം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർക്ക് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണത്തിന് പല പരിമിതികളുമുണ്ട്, ചില സാധ്യതകളുമുണ്ട്.